വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും കണ്ണൂരിൻ്റെ ജനകീയോത്സവമായി മാറിക്കൊണ്ടിരിക്കുന്ന അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ പുഷ്പോത്സവം ദിനം തോറും തിരക്കിലലിയുന്ന കണ്ണൂർ പോലീസ് മൈതാനിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തിനാണെന്നല്ലേ, പൂച്ചെടികളും ഫല വൃക്ഷത്തൈകളും കാണുന്നതിനും വാങ്ങുന്നതിനുമുള്ള വലിയ തിരക്കാണ് ഓരോ പവലിയനുകൾ തോറും കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ടിൽ നിന്നും ഒരു ചായയും കടിയും ലഭിക്കാൻ അരമണിക്കൂറിലധികം എടുത്തു എന്നത് തിരക്കിൻ്റെ ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. ആൾക്കൊന്നിന് 60 രൂപ വിലയുള്ള ഒരു ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരുപാട് അലങ്കാര മത്സ്യങ്ങളെയും മറ്റും നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. അതൊക്കെ നന്നായി ആസ്വദിച്ച ശേഷം നമ്മൾക്കവിടെ പൂവിനെ കൊണ്ട് അലങ്കരിച്ച ഒരു അരയണത്തിനെ കൂടി കാണാൻ കഴിയും. അതിമനോഹരമായിട്ട് തന്നെ അത് അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പൊന്ന് സെൽഫിയും ഫോട്ടോഷൂട്ടെല്ലാം നടത്തുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കണ്ടില്ലേ? പിന്നീട് അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കണ്ണിനും മനസ്സിനുമെല്ലാം ഒരുപാട് ആനന്ദം നൽകുന്ന ചെടികളും വർണ്ണപ്പൂക്കളും കൊണ്ട് ഒരുക്കിയ ഒരു പൂന്തോട്ടം, അതായത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മുടെ ചില വീട്ടുമുറ്റങ്ങളിലെല്ലാം നമ്മൾ കാണാം ഇതുപോലെ അലങ്കാര പണികൾ എടുത്തിട്ട് ആ രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ അതവിടെ ചെയ്തു വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വൃത്താകൃതിയിൽ നമ്മൾ ഓണക്കാലത്തെല്ലാം പൂവിടുന്നത് പോലെ ചെടീനെ കൊണ്ട് ചെയ്ത ആ ഒരു പരിപാടികളെല്ലാം നിങ്ങൾ കാണുന്നത്. ശികുട്ടൻ പറഞ്ഞ പോലെ അടിപൊളിയല്ലേ വല്യച്ച? ഇവിടുന്ന് ഒന്ന് വലത്തോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാണികളെയും ആകർഷിക്കുന്ന ചൈനീസ് താരം ആ ഒരു ചെടിയാണ് നിങ്ങളിപ്പം കണ്ടത്. ഇങ്ങനെ സഞ്ചി പോലെ ഞേന്നിട്ടെല്ലാം കണ്ടിട്ടില്ലേ അതിൻ്റെ ഫ്ലവർ? അതായത് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേക ദ്രാവകം വെളിയിലേക്ക് വിട്ട് നമ്മുടെ പ്രാണികളിലില്ലേ, പല്ലി പാറ്റ പ്രാണികൾ, അതിനെ ഇരകളായിട്ട് പിടിച്ചെടുക്കുന്ന ഒരു ചെടിയാണത്. ഇറക്കുമതിയാണ്, ചൈനീസ് താരാണ്. അങ്ങനെ വളരാൻ അത്യാവശ്യം വളങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട, വെറും വെള്ളവും പിന്നെ വളങ്ങളായിട്ട് അത് ഉപയോഗിക്കുന്നത് ഈ പിടിച്ചെടുക്കുന്ന ചെടികളെയാണ്. അതുകൂടി നിങ്ങളൊന്ന് ഓർമ്മിക്കുക. പിന്നെയും മുന്നോട്ടേക്ക് നടക്കുമ്പം പല വർണ്ണ ചെടികൾ കൊണ്ട് തീർത്ത ആ ഒരു പൂന്തോട്ടം തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുക. എല്ലാവരും വളരെ അതിസൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും. പിന്നീട് ബോഗൻവില്ല തോട്ടമാണ്. ഒരുപാട് വർണ്ണങ്ങളിലുള്ള ബോഗൻവില്ലകൾ നമുക്കവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്വാഗതമെല്ലാം പറഞ്ഞുകൊണ്ട് അതിൻ്റെ വെൽക്കം അക്ഷരങ്ങൾ അവിടെ കട്ട് ചെയ്ത് വെച്ചതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് വിചാരിച്ചാൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ കുറേയേറെ സ്റ്റാളുകളുണ്ട്. അതുകൂടാണ്ട് തന്നെ 50-ലധികം നഴ്സറികളുടെ സ്റ്റാളുകൾ, അതായത് മരത്തൈകളും ചെടികളും മറ്റ് ഫല വൃക്ഷത്തൈകളെല്ലാം വെക്കുന്ന സ്റ്റാളുകളുണ്ട്. അതുകൂടാണ്ട് കുട്ടികളുടെ വിവിധ തരം റൈഡുകൾ അവസാന ഭാഗത്തെത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കൂടാണ്ട് ഞാൻ നേരത്തെ ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറിലധികം സമയം നമുക്ക് എടുത്തിനെന്ന് പറഞ്ഞ പലഹാരങ്ങളും ചായയെല്ലാം വെക്കുന്ന ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ നമ്മളവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞ വിദേശ കായ്കനികളെ പറ്റി ഒന്നും പറഞ്ഞില്ല അല്ലേ? അവിടെ ഉള്ളതെന്ന് വെച്ചാൽ സ്ട്രോബെറി ഉണ്ട്, അബിയു ഉണ്ട്, ട്രോപ്പിക്കൽ അവാക്കാഡോ ഉണ്ട്, ഇസ്രയേൽ ഫിഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വാഡ സിംഗപ്പൂർ, കംബോഡിയൻ പ്ലാവ്, മിൽക്ക് ഫ്രൂട്ട്, പുലസാൻ, ഫഗ്വ അനാറ്, ജംബോട്ടിക്കേൻ്റെ എല്ലാം പേര് തന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പുഷ്പോത്സവത്തിന് പോയപ്പോഴാണ് കേൾക്കുന്നത്. ഒരു കറുത്ത കായ്, നമ്മളെ മുന്തിരിങ്ങേൻ്റെ എല്ലാം ഒരു ടൈപ്പുള്ള ഒരു കായ് വിരിയുന്നതാണ് ഈ സാധനം ജംബോട്ടിക്ക എന്ന് പറഞ്ഞാൽ. അവിടെ നല്ല നെറ്റെല്ലാം ഇട്ടിട്ട് ഇതാ കാണുന്നില്ല, ഇതാണ് ജംബോട്ടിക്ക. നല്ല നെറ്റെല്ലാം ഇട്ടിട്ട് വളരെയധികം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജംബോട്ടിക്കനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനും മനസ്സിലാക്കാനെല്ലാം ഉണ്ടെങ്കിൽ അവിടെ ആളുകളുണ്ട്. അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വിലയെല്ലാം ചോദിച്ചിട്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ അവിടെ കാണാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ ഒരുപാട് പേരക്കേൻ്റെ ചെടികൾ, പേരക്ക പല ടൈപ്പിലുള്ള പേരക്കയുണ്ട്. ചുവപ്പ്, പച്ച, മഞ്ഞ, വെള്ള, അങ്ങനെ എല്ലാം ആയിട്ടുള്ള പേരക്ക തൈകൾ നമുക്കവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലാവിൻ്റെ കാര്യം പറയണ്ട, നമ്മളെ തേൻവരിക്ക മുതൽ നേരത്തെ കായ്ക്കുന്നതും നേരം വൈറ്റ് കായ്ക്കുന്നതുമായിട്ടുള്ള പ്ലാവ്, അതുപോലെ തന്നെ മാവിൻ്റെ കാര്യത്തിലും കുട്ടി ചെടിയായി നിൽക്കുമ്പം തന്നെ പൂത്ത് കായ്ച്ച മാവിനെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ ജമന്തി, വള്ളിയും മഞ്ഞെല്ലാണ് നമ്മൾ എന്നും കാണാറുള്ളതെങ്കിലും വളരെ വ്യത്യസ്തമായ ജമന്തികളും പൂത്തിട്ട് നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പം മുല്ല അവിടുന്ന് വാങ്ങിക്കുന്നതാണ് കാണുന്നത്. കനകയും ശ്രീകലയും കുട്ടികളെല്ലാം അത് മുല്ല വാങ്ങിക്കുന്നുണ്ട്.
അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ ഒരുക്കിയ ഒരു എന്താ പറയണ്ടേ കാർഷിക പുഷ്പ ഫല പ്രദർശനം തന്നെയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാളും വളരെ പുരോഗതി തന്നെയാണെന്നാണ് അവിടെ കണ്ടവരെല്ലാം പറഞ്ഞത്. നല്ല മാറ്റങ്ങളോടുകൂടിയാണ് ഇപ്രാവശ്യത്തെ പുഷ്പഫല സസ്യ പ്രദർശനം നടക്കുന്നത്. നമുക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ 1-2 വർഷം മുമ്പേ ഒന്ന് പോയതായിരുന്നു. ആ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ മോശമൊന്നായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കരകൗശലങ്ങൾ ആണ് നിങ്ങൾ കാണുന്നത്. സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച കുറേയേറെ കായ്ക്കൊലകളും പഴവും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം ചിരട്ട കൊണ്ട് നിർമ്മിച്ച കാര്യങ്ങളും മറ്റുമെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റി. പിന്നെ നമ്മുടെ മൺപാത്രങ്ങളാണ് പണ്ട് കാലത്തെല്ലാം നമ്മളേറെ, ഇപ്പോഴും മൺപാത്രങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ ഇതൊരു സ്റ്റാളാണ്. ആ സ്റ്റാളിലെ സാധനങ്ങളെല്ലാം വിൽക്കുന്ന ആളുകളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മളെ 2 പൊന്നുമക്കൾ നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ആസ്വദിച്ചിട്ട് ഊഞ്ഞാലാടുമെന്ന്. അപ്പോൾ ഏതായാലും നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ ഏകദേശം തീരാനായി. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ പറയുമെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തീരുന്നവരെ കാണാൻ വേണ്ടി അപേക്ഷ.